കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിക്സൽ ഡ്രോയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിക്സൽ ഡ്രോവർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതിന്റെ അൺറിലീസ്ഡ് വേർഷൻ ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. എന്തായാലും ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഏകദേശം 3.9 MB മാത്രം ഫയൽ സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാം എന്റെ ഫോണിന്റെ ഹോം സ്ക്രീൻ ആണിത്. ഇവിടെ തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷനുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സാംസങ്ങിന്റെ ഫോണുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇതേപോലെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ആപ്ലിക്കേഷനുകളെല്ലാം ഫോണിന്റെ ആപ്സ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചൈനീസ് ഫോണുകളിലൊക്കെ തന്നെ ഇതേപോലെയാണ് ആപ്ലിക്കേഷനുകൾ ലഭിക്കുന്നത്. ഇതേപോലെ ഹോം സ്ക്രീനിൽ തന്നെ എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ പിക്സൽ ലോഞ്ചറിന്റെ ഒരു ലുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം എന്താണ് നമ്മുടെ ഫോണിൽ സംഭവിക്കുന്നത് നോക്കുക. ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആകുകയാണ്. അതിനുശേഷം നിങ്ങൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഓരോ ഓപ്ഷനുകളായിട്ട് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ആം റെഡി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ടൊരു ബ്ലൂ കളർ ബട്ടൺ കാണാൻ സാധിക്കും, ഒരു പ്ലസ് ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൊക്കേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിന്റെ ഹോം സ്ക്രീനിൽ നോക്കുക. ഇതേപോലെ ഒരു ആപ്പ് ഡ്രോവർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് എവിടെയാണോ അത് ലൊക്കേറ്റ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതുപോലെ ഈ ആപ്പ് ഡ്രോവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇതേപോലെ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വെളിയിൽ ഓൾറെഡി ആപ്ലിക്കേഷനുകൾ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് പിക്സൽ ലോഞ്ചറിന്റെ ലുക്കിൽ ഇവിടെ ഒന്നും ആപ്ലിക്കേഷനുകൾ ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് താമസിക്കാതെ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമായിരിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും പിക്സൽ ഡ്രോവർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ കൂടുതൽ സെറ്റിംഗ്സ് ഇല്ല. ഹോം പേജിൽ നമുക്ക് ഇതിന്റെ ആപ്പ് ഡ്രോവർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റൗണ്ട് കോർണർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഇതിന്റെ കോർണർ റൗണ്ട് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. സാംസങ്ങിന്റെ S8 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണിലൊക്കെ കോർണർ റൗണ്ട് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം വൈബ്രേറ്റ് ടാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും. ക്ലോസ് ഡ്രോവർ ഇൻസ്റ്റന്റ്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒന്നും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഇത് ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തപ്പോൾ ആപ്പ് ഡ്രോവറിലോട്ട് തന്നെയാണ് വീണ്ടും അത് ഓപ്പൺ ആയത്. എന്നാൽ നമ്മൾ ഇവിടെ ഒന്നും ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലോസ് ഡ്രോവർ ഇൻസ്റ്റന്റ്ലി എന്നുള്ളത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഹോം സ്ക്രീനിലേക്ക് ആയിരിക്കും ബാക്ക് ആയിട്ട് വരുന്നത്. അതിനുശേഷം മറ്റ് ഓപ്ഷനുകളിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആപ്പ് സജഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സെർച്ച് ബാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യാൻ സാധിക്കും. സ്ക്രോൾ ബാർ വേണമെന്നുണ്ടെങ്കിൽ അതും എനേബിൾ ചെയ്യാൻ സാധിക്കും. അത് രണ്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് സെർച്ച് ബാർ. അതിനോടൊപ്പം തന്നെ സ്ക്രോൾ ബാർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്യാനും സാധിക്കും. അതിനുശേഷം നമുക്ക് ഡിസൈൻ കിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസൈൻ കിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് ഏകദേശം 75 രൂപയാണ് അതിന്റെ വില പ്ലേ സ്റ്റോറിൽ. പിന്നെ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനാണ് ആപ്പ് ഡ്രോവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്തതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം, ആപ്പ് ലേബൽ. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്ഷനുകളാണ്. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ എഴുതിയിരിക്കുന്ന പേര് നിങ്ങൾക്ക് അതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ ലേബൽ ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഫോണ്ട് ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കുക, അതിനോടൊപ്പം തന്നെ അടുത്ത ഓപ്ഷനാണ് ആപ്പ് ഐക്കൺസ്. ഇത് നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ഐക്കൺ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇതിന് കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും, ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും, ചേഞ്ചിങ് ഐക്കൺ സൈസ്, ദിസ് ക്യാൻ ടേക്ക് എ ഫ്യൂ സെക്കൻഡ്സ്. നോക്കുക, ഇവിടെ ആപ്ലിക്കേഷന്റെ സൈസ് കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ ലാർജ് ആണ് കൊടുത്തത്. നോർമൽ തന്നെ ഞാൻ വീണ്ടും കൊടുക്കുകയാണ്.
അതിനുശേഷം ഹൈഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ നിന്ന് ഓരോ ആപ്ലിക്കേഷനുകളായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യുന്നില്ല, നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒരു ലൈറ്റ് വെയിറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ കൂടുതൽ സെറ്റിംഗ്സ് ഒന്നും തന്നെ ഇല്ല. ആപ്ലിക്കേഷന്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടാം, ആപ്ലിക്കേഷന്റെ പേര് എഴുതിയിരിക്കുന്നതിന്റെ സൈസ് കൂട്ടാൻ സാധിക്കും. അതേപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളിലൂടെ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.